അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാ വണ്ടി ഭ്രാന്തന്മാരുടെയും ഒരു സ്വപ്ന വാഹനം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാറിനെ കുറിച്ചാണ്. ടൊയോട്ടയുടെ എക്കാലത്തെയും മികച്ചൊരു കാർ എന്ന് തന്നെ പറയാൻ പറ്റിയ ടൊയോട്ടയുടെ സൂപ്രയെ കുറിച്ചാണ്. സൂപ്ര എന്നുള്ളൊരു പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു മുതലാണല്ലേ. അതായത് നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസിയിൽ പോൾ വോക്കർ കൊണ്ടുവന്ന 2JC എഞ്ചിനുള്ള Mark IV സൂപ്ര. ഈ ട്യൂണേഴ്സിൻ്റെയൊക്കെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു എഞ്ചിനാണ് ഈ 2JC എഞ്ചിൻ. ചിലർ ഈ എഞ്ചിനെ എടുത്ത് ട്യൂൺ ചെയ്ത് 1200 ഹോഴ്സ് പവർ വരെയൊക്കെ ആക്കിയിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇന്ന് ഞാനിവിടെ വന്നേക്കുന്നത് Mark IV അല്ല, Mark Vൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2002 ടൊയോട്ട സൂപ്ര എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ നിർത്തിയിരുന്നത്. എന്നാൽ ടൊയോട്ട തൻ്റെ 5th ജനറേഷൻ അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കാരണം 2JC എന്നുള്ളൊരു മോൺസ്റ്ററസ് എഞ്ചിനാണ് അവർ Mark IV കൊടുത്തിരുന്നത്. അപ്പോൾ അത് Mark V വരുമ്പോഴത്തേക്കും അതിലും മികച്ചൊരു എഞ്ചിനുമായിട്ട് അവർ വരുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അങ്ങനെ നീണ്ട 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2019 ജനുവരിയിൽ ഡിട്രോയിറ്റിൽ വെച്ച് നോർത്ത് അമേരിക്കൻ ഇൻ്റർനാഷണൽ ഓട്ടോ ഷോയിൽ ടൊയോട്ട തൻ്റെ Mark V സൂപ്ര ലോഞ്ച് ചെയ്തു. ഡിസൈൻ വൈസ് നോക്കുമ്പോഴത്തേക്കും നല്ല മസ്കുലർ ലുക്കും നല്ല എയറോഡൈനാമിക് ഡിസൈനുമാണ് ഇതിന് നൽകിയിരുന്നത്. Mark IV പൂർണ്ണമായിട്ടും ജാപ്പനീസ് ബിൽഡാണ്. അതുകൊണ്ടാണ് നമുക്കതൊരു JDM കാർ എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്. പക്ഷേ Mark V വരുമ്പോഴത്തേക്കും ഇത് ഓസ്ട്രേലിയയിലാണ് നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ ഈ Mark IV JDM ബ്ലഡ് ലൈൻ റിലേഷൻ അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി മൊത്തത്തിൽ നോക്കിയേക്കാം. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. ഫ്രണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നല്ലൊരു കർവി ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു 6 ചേമ്പേർഡായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഹെഡ്ലൈറ്റിൻ്റെ താഴെയായിട്ട് ഒരു ലോങ് DRL ടൈപ്പ് ഇൻഡിക്കേറ്ററും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇനി ലോഗോയിലേക്ക് വരുമ്പോഴത്തേക്ക് സാധാരണ പോലത്തെ 3D പ്രൊജക്ടറായിട്ടുള്ളൊരു ലോഗോ അല്ല ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു കവേർഡായിട്ടുള്ളൊരു ലോഗോ ടൈപ്പാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അടുത്ത നോക്കി ഇതിൻ്റെ ഗ്രിൽസിലോട്ട് പോകാം. ഇതിന് ഒത്തിരി ഫേക്കായിട്ടുള്ള എയർവെൻസ് ഇതിന് മുൻപിലും സൈഡിലുമായിട്ടൊക്കെ ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ഇത് ചില ഈ റേസ് കാർസിൽ അതിൻ്റെ ഡ്രൈവേഴ്സ് ഇതൊക്കെ ഊരി മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ വീൽസിലേക്ക് പോവാം. ഒരു 19 ഇഞ്ച് അലോയ് വീലാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതിലൊരു റെഡ് ബ്രേക്ക് കാലിപ്പേഴ്സിൽ സൂപ്ര എന്ന് എഴുതിയിരിക്കുന്ന അതിൻ്റെ ബാഡ്ജിങ് അതും വേറൊരു ഫീൽ തന്നെയാണ് നമുക്കത് തരുന്നത്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ റൂഫിലേക്ക് പോവാം. ഇതൊരു ഡബിൾ ബബിൾ ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഡിസൈൻ അത് ഞാൻ വേറെ എവിടെയോ കണ്ടൊരു ഫീല് പോലെ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവാം. ഈ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം വലുതായിട്ട് തന്നെ ടൊയോട്ട സൂപ്ര എന്നുള്ളൊരു ബാഡ്ജിങ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഒരു 17 വർഷങ്ങൾക്കപ്പുറം അതേ ഫോണ്ട് അവർ നിലനിർത്താനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ടെയിൽ ലാമ്പ് വന്നേക്കുന്നത് ബമ്പർ ലൈറ്റാണ്. അതേപോലെ നമുക്ക് റിവേഴ്സ് ലൈറ്റ് വന്നേക്കുന്നത് ബമ്പറിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡബിൾ എക്സോസ്റ്റ് നമുക്ക് ബാക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കിയാലോ. കണ്ടോ, നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു സ്പോയിലർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ സ്പോയിലേഴ്സ് എല്ലാം ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് ആണ്. ഈ വണ്ടിയുടെ ബൂട്ട് തന്നെ ഒരു സ്പോയിലറിൻ്റെ ഡിസൈനിലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് വേറെ സ്പോയിലറിൻ്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് പോവാം. ഇൻറ്റീരിയേഴ്സ് ഓൾമോസ്റ്റ് BMW Z4 പോലെ തന്നെയാണ്. ഇതിൻ്റെ കൺട്രോൾസ് ആണെങ്കിലും സ്വിച്ചുകളാണെങ്കിലും എല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു 2 സീറ്റർ കാർ ആയതുകൊണ്ട് ബൂട്ടിൽ അത്യാവശ്യം വേണ്ട സ്പേസൊക്കെ ഉണ്ട്. നമുക്കിനി എൻജിൻ സൈഡിലേക്ക് പോവാം. ഹുഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി BMWൻ്റെ ബാഡ്ജിങ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ ഇത് നോർമൽ ടൊയോട്ട കാസ് പോലെ അല്ല, 2 തവണ നമ്മുടെ ആ ലിവറിൽ പിടിച്ച് വലിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഹുഡ് ഓപ്പൺ ആകത്തുള്ളൂ. സെയിം ലൈക്ക് BMW. ഒരു 3 ലിറ്റർ ടർബോ ചാർജ്ഡ് ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ കൊടുത്തേക്കുന്നത് വിത്ത് 382 ഹോഴ്സ് പവർ അറ്റ് സ്റ്റോക്ക് കണ്ടീഷൻ. പിന്നെ ഈ വണ്ടി എടുത്തിട്ട് ഒരു സ്റ്റേജ് 3 ട്യൂണിങ് വരെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 500 ആൻഡ് അബവ് ഹോഴ്സ് പവർ വരെ കിട്ടുന്നവരും ഇപ്പോൾ ഉണ്ട്. പിന്നെ ഞാനിവിടെ ഈ റേസ് ട്രാക്കിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് Mark V സൂപ്ര, പിന്നെ അതേപോലെ GTR R35 ആണ്. അതുപോലെ ഈ Mark V സൂപ്ര നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാറിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.